കേരള എഞ്ചിനീയറിംഗ് അഗ്രികൾച്ചർ മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയിലെ മാർക്ക് ഏകീകരണ ഫോർമുലയ്ക്ക് മന്ത്രിസഭയുടെ അംഗീകാരം. അംഗീകരിച്ചത് തമിഴ്നാട് മോഡൽ ഏകീകരണം. കേരള സിലബസ് പഠിച്ച കുട്ടികൾക്ക് ഇനി മാർക്ക് കുറയില്ല. കിം ഫലം ഉടൻ. രവാഡ ചന്ദ്രശേഖർ സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവി. തീരുമാനം മന്ത്രിസഭായോഗത്തിൽ. രവാഡ കൂത്തുപറമ്പിൽ വെടിവെപ്പ് നടത്തിയ ഉദ്യോഗസ്ഥരിൽ ഒരാളെന്നും വിശദീകരിക്കേണ്ട സർക്കാരെന്നും പി ജയരാജൻ. സർക്കാർ നിയമനം കേന്ദ്ര ലിസ്റ്റിൽ നിന്ന് എം.വി. ഗോവിന്ദൻ. തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അനീഷയുടെ അമ്പരപ്പിക്കുന്ന വെളിപ്പെടുത്തൽ. അനീഷ പ്രസവിച്ചത് യൂട്യൂബ് നോക്കിയെന്ന് പോലീസ്. ഗർഭാവസ്ഥ മറച്ചുവെച്ചത് വയറിൽ തുണികെട്ടി. അനീഷയുടെ വീടിന് സമീപത്തു നിന്നും കുഞ്ഞിന്റെ അസ്ഥി കണ്ടെത്തി. തിരുവനന്തപുരത്തെ സെൻസർ ബോർഡ് ആസ്ഥാനത്ത് സിനിമാ സംഘടനകളുടെ പ്രതിഷേധം. സുരേഷ് ഗോപി നായകനായ ജാനകി vs സ്റ്റേറ്റ് ഓഫ് കേരളയ്ക്ക് പ്രദർശനാനുമതി നിഷേധിച്ചതിനെതിരെ പോസ്റ്റർ വരെ ഇറക്കിയ ശേഷം കഥാപാത്രത്തിന്റെ പേര് മാറ്റണമെന്ന് പറയുന്നത് ചിലരുടെ വ്യക്തി താൽപ്പര്യമെന്ന് സിനിമാ പ്രവർത്തകർ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പ്രതിസന്ധിയിൽ അന്വേഷണം നടത്താൻ 4-അംഗ സമിതി. പ്രതിസന്ധിയെക്കുറിച്ച് വെളിപ്പെടുത്തിയ ഡോക്ടർ ഹാരിസിന്റെ മൊഴിയെടുക്കും. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച്. വി.എസ്. അച്യുതാനന്ദന്റെ നില ഗുരുതരമായി തുടരുന്നുവെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ. രക്തസമ്മർദ്ദവും വൃക്കകളുടെ പ്രവർത്തനവും സാധാരണ നിലയിലായില്ല. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്നും ബുള്ളറ്റിൻ. വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം ആരോഗ്യസ്ഥിതി വിലയിരുത്തുന്നു. കേരള എഞ്ചിനീയറിംഗ് അഗ്രികൾച്ചർ മെഡിക്കൽ എൻട്രൻസ് പരീക്ഷാ ഫലം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് സർക്കാർ. കേരള സിലബസ് പഠിച്ച കുട്ടികൾക്ക് ഇനി മാർക്ക് കുറയില്ല. മാർക്ക് ഏകീകരണ ഫോർമുലയ്ക്ക് മന്ത്രിസഭായോഗം അനുമതി നൽകി. തമിഴ്നാട് മോഡൽ ഏകീകരണമായിരിക്കും വരിക. മാർക്ക് ഏകീകരണത്തിൽ മാർച്ചിൽ ശുപാർശ നൽകിയിട്ടും സർക്കാർ തീരുമാനം വൈകിയതുകൊണ്ടാണ് ഫലപ്രഖ്യാപനം നീണ്ടത്. ഹയർ സെക്കൻഡറി മാർക്കും കീമിലെ മാർക്കും ചേർത്തുള്ള നിലവിലെ ഏകീകരണത്തിൽ സംസ്ഥാന സിലബസിലെ വിദ്യാർത്ഥികൾക്ക് മാർക്ക് കുറയുന്നു എന്ന പരാതിയെ തുടർന്നാണ് മാറ്റം കൊണ്ടുവരാൻ സർക്കാർ തീരുമാനിച്ചത്. സംസ്ഥാനത്തെ പുതിയ പോലീസ് മേധാവിയായി രവാഡ ചന്ദ്രശേഖരനെ നിയമിച്ചു. രാവിലെ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് നിർണായക തീരുമാനമെടുത്തത്. നിലവിലെ പോലീസ് മേധാവി ഷേഖ് ദർവേഷ് സാഹിബ് ഇന്ന് വിരമിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ മേധാവിയെ തീരുമാനിച്ചത്. നിലവിൽ കേന്ദ്ര സർവീസിൽ IB സ്പെഷ്യൽ ഡയറക്ടറാണ് രവാഡ. അദ്ദേഹം മടങ്ങിയെത്തുന്നതുവരെ ക്രമസമാധാന ചുമതലയുള്ള ADGP H. വെങ്കടേഷിനെ പോലീസ് മേധാവിയുടെ താൽക്കാലിക ചുമതല നൽകി സർക്കാർ ഉത്തരവിറക്കി. UPSC നൽകിയ 3 പേരുടെ ചുരുക്കപ്പട്ടികയിൽ നിന്ന് സംസ്ഥാന പോലീസ് മേധാവിയെ തീരുമാനിക്കുക എന്നത് ഇക്കുറി സർക്കാരിന് വലിയ ആശയക്കുഴപ്പമാണ് ഉണ്ടാക്കിയത്. 1-ാം പേരുകാരനായ നിതിൻ അഗർവാളിന്റെ സീനിയോറിറ്റി മറികടന്നാണ് 2-ാം സ്ഥാനക്കാരനായ രവാഡ ചന്ദ്രശേഖറെ സർക്കാർ തീരുമാനിച്ചത്. രാവിലെ ഓൺലൈനായി ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചു. ആദ്യ പേരുകാരനായ നിതിൻ അഗർവാൾ കേന്ദ്രത്തിൽ BSF ഡയറക്ടറായിരിക്കെ അച്ചടക്ക നടപടി നേരിട്ട് കേരളത്തിലേക്ക് മടങ്ങി വന്നതിനാൽ പോലീസ് മേധാവി സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ താൽപര്യക്കുറവുണ്ടായിരുന്നു. 3-ാം സ്ഥാനക്കാരനായ യോഗേഷ് ഗുപ്ത വിജിലൻസ് മേധാവിയായിരിക്കെ സർക്കാരിന്റെ താൽപര്യത്തിനു വിരുദ്ധമായി ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടതും അപ്രീതിക്ക് കാരണമായി. അതുകൊണ്ട് തന്നെ 2-ാം പേരുകാരനായ രവാഡ ചന്ദ്രശേഖറിന്റെ പേരിന് തന്നെയായിരുന്നു സാധ്യത കൽപ്പിച്ചിരുന്നത്. ഇതിനിടെ DGPക്ക് ഇൻചാർജ് ചുമതല നൽകുന്നതിനെക്കുറിച്ച് സർക്കാർ ആലോചന നടത്തിയിരുന്നെങ്കിലും സാങ്കേതിക തടസ്സങ്ങളെ തുടർന്ന് അതും ഉണ്ടായില്ല. ഒടുവിൽ രവാഡ ചന്ദ്രശേഖർ എന്ന പേരിൽ മന്ത്രിസഭാ യോഗം എത്തി. 1994 കൂത്തുപറമ്പ് വെടിവെപ്പ് സമയത്ത് തലശ്ശേരി ASP ആയിരുന്ന രവാഡ 5 DYFI പ്രവർത്തകർ വെടിവെച്ചു മരിച്ച കേസിൽ പ്രതിസ്ഥാനത്തായിരുന്നു. പിന്നീട് EK നയനാർ സർക്കാർ രവാഡയെ പ്രതിപട്ടികയിൽ ചേർത്താണ് കേസെടുത്തത്. നീണ്ട നിയമയുദ്ധത്തിനു ശേഷം 2012 ഹൈക്കോടതി രവാഡ ചന്ദ്രശേഖറെ കുറ്റവിമുക്തനാക്കി. 2008 കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോയ രവാഡ 18 വർഷത്തിനു ശേഷമാണ് കേരളത്തിലേക്ക് മടങ്ങി വരുന്നത്. IB സ്പെഷ്യൽ ഡയറക്ടർ ചുമതലയിരിക്കവെയാണ് കേരളത്തിലെ പോലീസ് മേധാവി എന്ന സുപ്രധാന പദവിയിലെത്തുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ചരിത്രം ഓർമ്മിപ്പിച്ച് പി ജയരാജൻ. പുതിയ പോലീസ് മേധാവിയുടെ നിയമനവുമായി ബന്ധപ്പെട്ട കൂത്തുപറമ്പ് വെടിവെപ്പ് ഓർമ്മിപ്പിച്ച് പി ജയരാജൻ. CPM-ഉം DYFIയും മുമ്പ് ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നു. സർക്കാരിന്റെ തീരുമാനം മെറിറ്റിന്റെ അടിസ്ഥാനത്തിലാണ്. മെറിറ്റ് പരിശോധിക്കാൻ താൻ ആളല്ല എന്നും ജയരാജൻ പ്രതികരിച്ചു. നിതിൻ അഗർവാളും CPM-കാരെ മർദ്ദിച്ചിട്ടുണ്ടെന്നും
CPM ഇതിൽ നേരത്തെ പരാതി നൽകിയിട്ടുണ്ടെന്നും P. ജയരാജൻ പറഞ്ഞു. നിർവഹിക്കുന്ന പോലീസ് സംവിധാനത്തിൻ്റെ തലപ്പത്തേക്ക് വരുന്ന ആളുടെ യോഗ്യത സംബന്ധിച്ച് ഇന്നത്തെ പരിഗണന അത് രവതാ ചന്ദ്രശേഖരന് കൊടുക്കണമെന്നാണ് ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഗവൺമെൻറ് അക്കാര്യത്തിൽ തീരുമാനമെടുത്തു. അപ്പോൾ ഒരു കാലത്ത് ഇത്തരത്തിൽ പരിഗണിക്കപ്പെട്ടവരിൽ ചിലരെ സംബന്ധിച്ച് ഞങ്ങൾ തന്നെ ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. ചില കേസുകളിൽ പ്രതികളായിരുന്നു. ഈ നിതിൻ അഗർവാളും ഞാൻ പറഞ്ഞല്ലോ കൂത്തുപറമ്പ് വെടിവെപ്പിൻ്റെ ഭാഗമായിട്ടുള്ള DYFI നടത്തിയിട്ടുള്ള പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത ഇന്നത്തെ CPMൻ്റെ ഏരിയ സെക്രട്ടറി സഖാവ് M. സുകുമാരനെ കസ്റ്റഡിയിൽ വെച്ച് മർദ്ദിച്ച കേസിലെ പ്രതിയായിരുന്നു നിതിൻ അഗർവാൾ. അപ്പോൾ അന്ന് അത് സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇന്ന് ഗവൺമെൻറ് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ DGPയെ നിശ്ചയിച്ചിരിക്കുന്നു. തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അനീഷ പ്രസവിച്ചത് യൂട്യൂബ് നോക്കിയെന്ന് പോലീസ്. ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചത് പ്രസവത്തിന് സഹായകരമായെന്ന് മൊഴി നൽകിയിട്ടുണ്ട്. ഗർഭാവസ്ഥ മറച്ചുവെച്ചത് വയറിൽ തുണി കെട്ടിയെന്നും അനീഷ പോലീസിനോട് പറഞ്ഞു. പ്രതി അനീഷയുടെ വീട്ടിൽ ഫോറൻസിക് സംഘം എത്തി പരിശോധന നടത്തി. അനീഷയുടെ വീട്ടിൽ നിന്നും കുഞ്ഞിൻ്റെ അസ്ഥികൂടം കണ്ടെത്തിയിട്ടുണ്ടെന്ന് DYSP ബിജുകുമാർ അറിയിച്ചു. തുടർ നടപടികൾ ഉണ്ടായിരിക്കുമെന്നും കണ്ടെത്തിയ അസ്ഥികൾ DNA പരിശോധനയ്ക്ക് അയക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിപ്പോൾ ഇംഗ്ലീഷ് കാര്യങ്ങൾ നടന്നു പോകണം. അടുത്ത സൈറ്റിൽ പോകണം. ഇനി DNA പരിശോധനയാണോ? അതെ, ഇനി ഫർദർ നടപടികളുണ്ടാവും. കേസിൻ്റെ അന്വേഷണ ഭാഗമായുള്ള മറ്റു നടപടികൾ ചെയ്തു. ഉച്ചയ്ക്ക് ശേഷം ആയിരിക്കും അതോ ഇപ്പോൾ തന്നെ ഇവിടെ നേരം പോകണം. അടുത്ത സൈറ്റിൽ പോകണം. പോകണം. കൂടുതൽ വിവരങ്ങളുമായി ഹരീഷ് ചേരുന്നുണ്ട്. ഹരീഷ്, എന്താണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ കൃത്യമായി വ്യക്തമാക്കുന്നത്? മൊഴികളിൽ അവർ വിശ്വസിക്കുന്നുണ്ടോ? അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണമാണോ പുരോഗമിക്കുന്നത്? രാജേഷ്, തീർച്ചയായും മൊഴികളിൽ വിശ്വസിക്കത്തക്ക തെളിവുകൾ തന്നെയാണ് ഇപ്പോൾ ഈ അനീഷയുടെ വീട്ടിൽ നിന്നും ലഭിച്ചത് എന്നുള്ളതാണ്. അവിടെ നിന്നും അസ്ഥികൂടം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ അസ്ഥികൂടം ഇപ്പോൾ DNA പരിശോധനയ്ക്ക് അയക്കും എന്നുള്ളതാണ് DYSP ബിജുകുമാർ അടക്കം പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഭവിന്റെ വീട്ടിന് പുറകിലുള്ള തോട്ടിൽ പരിശോധന നടത്തുന്നതാണ്. നമുക്കറിയാം, രണ്ടാമത്തെ കുഞ്ഞിനെ ഇവിടെയാണ് കുഴിച്ച് മൂടിയത് എന്നുള്ളതാണ് ഈ ഭവിന്റെയും അതുപോലെ തന്നെ അനീഷയുടെയും മൊഴി. രണ്ടാമത്തെ കുഞ്ഞിനെ അനീഷ സ്കൂട്ടറിൽ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം സ്കൂട്ടറിൽ അനീഷിന് കൈമാറുകയായിരുന്നു. അനീഷിന്റെ വീടിന്റെ പുറകിൽ ഈ അനീഷ ഭവിന് കൈമാറുകയായിരുന്നു. ഭവിൻ അത് വീടിന് പുറകിൽ കുഴിച്ചിട്ടു എന്നുള്ളതാണ് മൊഴി. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ ഭവിന്റെ വീടിന് പുറകിലുള്ള തോട്ടിൽ പരിശോധന നടത്തുന്നത്. പക്ഷേ ഇപ്പോൾ 1 വർഷം പിന്നിട്ടിരിക്കുന്നു. മാത്രമല്ല, തോടായതുകൊണ്ട് തന്നെ ഈ മഴക്കാലമൊക്കെ ആയതിനാൽ തന്നെ വെള്ളം ഒഴുകി പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് എത്രത്തോളമാണ് ഇവിടെ നിന്നും അതിന്റെ തെളിവുകൾ കണ്ടെത്തുക എന്നുള്ളത് അറിയില്ല. അത് കുറച്ച് ദുഷ്കരമാണ് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. പക്ഷെ നിലവിൽ തോട്ടിൽ നിന്നും മണ്ണെടുത്ത് മാറ്റിയുള്ള പരിശോധനയാണ് ഭവിന്റെ വീടിന് പുറകിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അനീഷയുടെ വീടിന്റെ വശത്തുള്ള പ്രദേശത്തെ കുഴിയെടുത്ത് അവിടുത്തെ തെളിവെടുപ്പ്, അവിടുത്തെ പരിശോധന പൂർത്തിയാക്കിയിരുന്നു. അവിടെ നിന്നും അസ്ഥികൂടവും കണ്ടെത്തിയതാണ്. ഇവിടെ സമാനമായ രീതിയിൽ അസ്ഥികൂടമോ മറ്റ് തെളിവുകളോ ഉണ്ടാകുമോ എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ നിലവിൽ പരിശോധിക്കുന്നത്. നിലവിൽ ആ തോട്ടിലെ ചെളി മുഴുവൻ മാറ്റിയുള്ള തോട്ടിലെ ചെളി മുഴുവൻ മാറ്റിയുള്ള പരിശോധനയാണ് ഇപ്പോൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന തന്നെയായിരിക്കും ഈ മുന്നോട്ട് പോകാൻ. നേരത്തെ DYSP പറഞ്ഞിരുന്നു, ഈ അസ്ഥികൾ കിട്ടിയിരുന്നെങ്കിലും അതിൽ ഇനിയും കൂടുതൽ വ്യക്തത വരാനുണ്ട്. അതുകൊണ്ട് ഫോറൻസിക് പരിശോധന, അതുപോലെ DNA പരിശോധന അടക്കം നടത്തിയതിനു ശേഷമായിരിക്കും അത് സ്ഥിരീകരിക്കുക എന്നുള്ളൊരു കാര്യം. ഹരീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വകുപ്പ് വിവാദത്തിൽ പ്രത്യേക അന്വേഷണ സമിതിയെ നിയോഗിച്ചു. അന്വേഷണ സംഘം മെഡിക്കൽ കോളേജിലെത്തി യോഗം ചേരുകയാണ്. ഇന്ന് തന്നെ ഡോക്ടർ ഹാരിസിൻ്റെ മൊഴിയെടുക്കും. വിവരങ്ങളുമായി ആതിര രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. ആതിര, അന്വേഷണ സമിതിയെ നിയോഗിച്ചിട്ടുണ്ടെങ്കിലും ഈ അന്വേഷണം എപ്പോഴാണ് തുടങ്ങുക? ഡോക്ടർ ഹാരിസിൻ്റെ മൊഴിയെടുത്ത ശേഷം അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമോ അന്വേഷണം തുടങ്ങുക? രാജേഷ്, ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ പ്രതിസന്ധി സംബന്ധിച്ച്, ക്ഷാമം സംബന്ധിച്ച് ഈ യൂറോളജി വിഭാഗം മേധാവിയായ ഡോക്ടർ ഹാരിസ് ചിറക്കൽ 2 ദിവസം മുൻപാണ് അദ്ദേഹം ഇത്തരത്തിൽ ഫേസ്ബുക്കിലൊരു കുറിപ്പിടുന്നത്. ഈ പ്രതിസന്ധി രൂക്ഷമായതുകൊണ്ട് പാവപ്പെട്ട രോഗികൾക്ക് മുന്നിൽ നിസ്സഹായനായി നിൽക്കേണ്ട ഒരു അവസ്ഥ. ആരോഗ്യമന്ത്രി പക്ഷേ ആ സമയം അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങളെ തള്ളി രംഗത്തെത്തിയിരുന്നു. പക്ഷേ പിന്നീട് ഈ ഹാരിസ് ചിറക്കലിനെ പോലെ തന്നെ മറ്റ് ജില്ലകളിൽ നിന്നും മെഡിക്കൽ കോളേജുകളിൽ നിന്നും വിവിധ ഡോക്ടർമാർ ഇത്തരത്തിൽ ആരോപണം
ആരോപണം ഉന്നയിക്കുകയും അദ്ദേഹത്തിന് പിന്തുണയുമായി രംഗത്തെത്തുകയും ചെയ്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഈ ആരോപണങ്ങൾ ഈ ഫേസ്ബുക്കിൽ കുറിച്ച ആരോപണങ്ങൾ അന്വേഷിക്കാൻ 4-അംഗ സമിതിയെ നിയോഗിക്കുകയുണ്ടായി. ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബി പത്മകുമാർ അധ്യക്ഷനായ സമിതിയാണ് നിയോഗിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ കൂടാതെ നെഫ്രോളജി വിഭാഗ മേധാവിയായ ഡോക്ടർ എസ് ഗോമതി, കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ടി കെ ജയകുമാർ, യൂറോളജി വിഭാഗ മേധാവിയായ ഡോക്ടർ രാജീവൻ അമ്പലത്തറക്കൽ എന്നിവരാണ് സമിതിയിലെ മറ്റ് അംഗങ്ങൾ. ഏതായാലും ഇപ്പോൾ നിലവിൽ ഈ വിവാദത്തിൽ പ്രത്യേക അന്വേഷണ സമിതി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തി യോഗം ചേരുകയാണ്. ഇന്ന് തന്നെ ഈ ഡോക്ടറിന്റെ മൊഴിയെടുക്കാനും അന്വേഷണ സമിതി തീരുമാനിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഈ ഫേസ്ബുക്ക് കുറിപ്പുമായി ബന്ധപ്പെട്ട ഇദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ, അതുപോലെ തന്നെ മറ്റ് സൂപ്രണ്ട്, പ്രിൻസിപ്പൽ തുടങ്ങിയവരുടെ എല്ലാം തന്നെ മൊഴിയെടുത്ത് ഈ എത്രയും പെട്ടെന്ന് അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ആരോഗ്യവകുപ്പ് നൽകിയിട്ടുള്ള നിർദ്ദേശം. ഇദ്ദേഹത്തിന്റെ ഈ ആരോപണങ്ങൾ ഈ യൂറോളജി വിഭാഗത്തിലെ ഈ ഉപകരണങ്ങൾ ഇല്ലാത്തത് മൂലം നിരവധി 2 മാസത്തോളമായി സർജറിക്ക് വേണ്ടിയുള്ള രോഗികൾ കാത്തിരിക്കുകയാണ് എന്ന തരത്തിൽ ഇദ്ദേഹം നിരവധി ആരോപണങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. ഈ ആരോപണങ്ങളുടെ എല്ലാം ഈ 4-അംഗ സമിതി എത്രയും പെട്ടെന്ന് ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ഉത്തരവ് ഇറക്കിയിട്ടുള്ളത്. ഏതായാലും നിലവിൽ ഇപ്പോൾ യോഗം ചേരുകയാണ്. അത് കഴിഞ്ഞ് ഉടൻ തന്നെ ഈ ഇദ്ദേഹത്തിന്റെ ഡോക്ടറിന്റെ മൊഴിയെടുക്കാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പ്രതിസന്ധി പഠിക്കാൻ അന്വേഷണ സമിതിയെ നിയോഗിച്ചതിൽ തൃപ്തിയെന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എല്ലാ വിഷയങ്ങളും സമിതി അന്വേഷിക്കണം. ഇക്കാര്യത്തിൽ ശാശ്വത പരിഹാരമാണ് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. വേഗത്തിൽ ഗവൺമെൻറ് അതിനെപ്പറ്റി അന്വേഷിക്കുന്നതിനും അതിന് അന്വേഷണ കമ്മിറ്റി ഏർപ്പെടുത്തിയതിലും വളരെ സന്തോഷമുണ്ട്. മാത്രമല്ല ഇന്നലെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ നേരിട്ട് വന്ന് അദ്ദേഹം എനിക്ക് എല്ലാ സപ്പോർട്ടും ഈ കാര്യത്തിനകത്ത് വാഗ്ദാനം ചെയ്തിട്ടാണ് അദ്ദേഹം പോയിരിക്കുന്നത്. എല്ലാ വിഷയങ്ങളും വിദഗ്ധ സമിതി അന്വേഷിച്ച് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം നേടിത്തരാമെന്ന് അവർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അവർക്കെതിരെ ഒരു അന്വേഷണം നടത്തണമെന്നോ അവരെ ഹർട്ട് ചെയ്യണമെന്നോ ഒന്നും എനിക്ക് താല്പര്യമില്ല. എന്നെപ്പോലെയുള്ള ഡോക്ടർമാരാണ് അവരും. അഡ്മിനിസ്ട്രേഷനെ പറ്റി യാതൊരു ബാലപാഠങ്ങളും അറിയാത്ത ആൾക്കാരാണ് പ്രിൻസിപ്പൽ, സൂപ്രണ്ടും ഒക്കെ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നത് മെഡിക്കൽ കോളേജുകളിൽ. ഹെൽത്ത് സർവീസിലുള്ളതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് കേഡർ എന്നൊരു പോസ്റ്റ് DME സർവീസിലില്ല. അതുകൊണ്ട് തന്നെ അഡ്മിനിസ്ട്രേഷനെ പറ്റി അവർക്ക് പുതുതായി ജോയിൻ ചെയ്യുന്നവർക്ക് ഒരു തരത്തിലുള്ള വിജ്ഞാനവും ഉള്ളതല്ല. ഈ കാര്യങ്ങളിൽ നടപടികൾ എടുക്കാനും അതിൽ തീരുമാനങ്ങൾ എടുക്കാനും പരിമിതികളും ഭയവും ഉണ്ടാവും. പ്രതിപക്ഷം ആരോഗ്യരംഗത്തെക്കുറിച്ച് പറഞ്ഞത് ശരിയെന്ന് VD സതീശൻ. മെഡിക്കൽ കോളേജുകളിൽ മരുന്നുകളും ശസ്ത്രക്രിയാ ഉപകരണങ്ങളുമില്ല. എല്ലാ ആശുപത്രികളിലും ഇതുതന്നെയാണ് അവസ്ഥ. ധനപ്രതിസന്ധിയില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇപ്പോൾ ധനപ്രതിസന്ധി ഉണ്ടെന്ന് പറയുകയാണെന്നും പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു. ചെല്ലാനത്ത് മന്ത്രിക്കെതിരെ പ്രതിഷേധിച്ചവരെക്കുറിച്ചുള്ള മന്ത്രി സജി ചെറിയാൻ്റെ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്നും VD സതീശൻ ആവശ്യപ്പെട്ടു. തനിക്കെതിരെ പ്രതിഷേധിച്ചത് താടിവെച്ച ഗുണ്ടകളെന്നായിരുന്നു മന്ത്രി പറഞ്ഞത്. താടിവെച്ചവരെല്ലാം ഗുണ്ടകളാണോ എന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം പരിഹരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ കേരളത്തിൽ ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് എന്ന സത്യം അത് യാഥാർത്ഥ്യമാണ്. അത് പരിഹരിക്കാനുള്ള ശ്രമം നടത്തുന്നതിന് പകരം ന്യായീകരണ പരിപാടിയും മറ്റേ PR മാനേജ്മെൻറ്റും അതാണ് ആരോഗ്യരംഗത്തെ നശിപ്പിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം PR ആണ്. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ്റെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുന്നു. വിലയിരുത്താൻ മെഡിക്കൽ ബോർഡ് അടിയന്തര യോഗം ചേരുകയാണ്. കൂടുതൽ വിശദാംശങ്ങളുമായി അൻഫ്രിഡ് ഡിസൂസ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അൻഫ്രിഡ്, എന്താണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം? മെഡിക്കൽ ബോർഡ് ചേർന്നതിന് ശേഷമായിരിക്കും ഒരു വിശദീകരണം ഉണ്ടാകുമോ? ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് VS അച്യുതാനന്ദനെ പ്രവേശിപ്പിച്ചിരിക്കുന്ന സ്വകാര്യ ആശുപത്രിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ് എന്നാണ് മെഡിക്കൽ ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ മെഡിക്കൽ ബുള്ളറ്റിൻ പറയുന്നത്. മരുന്നുകളോട് ശരീരം പ്രതികരിക്കുന്നുണ്ടെങ്കിൽ പോലും ആന്തരിക അവയവങ്ങളൊന്നും തന്നെ സാധാരണ നിലയിൽ എത്തിയിട്ടില്ല. പ്രത്യേകിച്ച് രക്തസമ്മർദ്ദവും വൃക്കകളുടെ പ്രവർത്തനവും ഒന്നും തന്നെയും ഇപ്പോൾ വെന്റിലേറ്ററിന്റെ സഹായത്തോടുകൂടി തന്നെയാണ് പോകുന്നത്. അതിപ്പോൾ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങളൊന്നും തന്നെ സാധാരണ നിലയിലായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെങ്കിലും അപകടനില തരണം ചെയ്തു എന്ന് പറയാനായിട്ടില്ല. ഇപ്പോഴും തൽസ്ഥിതി തുടരുകയാണ്. അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ VS അച്യുതാനന്ദന്റെ നില തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ മെഡിക്കൽ ബുള്ളറ്റിനാണ് ഇത് പറയുന്നത്. ഇപ്പോൾ മെഡിക്കൽ ബോർഡ് അടിയന്തരമായി യോഗം ചേരുകയാണ്. സ്ഥിതിഗതികൾ വിലയിരുത്താനായി അച്യുതാനന്ദന്റെ സ്ഥിതിഗതികൾ വിലയിരുത്താനായി ഇപ്പോൾ മെഡിക്കൽ ബോർഡ് യോഗം ചേരുകയാണ്. യോഗം ചേർന്ന ശേഷമാകും അടുത്ത മെഡിക്കൽ ബുള്ളറ്റിന് നിലവിൽ അദ്ദേഹത്തിന്റെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന്റെ ഒരു ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് എന്ന് പറയുക. ഈ മാസം 23-ാം തീയതിയാണ് അദ്ദേഹത്തെ ഈ തിരുവനന്തപുരത്ത് ഈ
ആശുപത്രി പട്ടം SUH ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആ പ്രവേശിപ്പിക്കുമ്പോൾ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു പ്രവേശിപ്പിച്ചത്. പക്ഷേ ഇത്രയും ദിവസം പിന്നിട്ടിട്ടും അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ മാറ്റം ഉണ്ടാകുന്നില്ല. ഇപ്പോഴും വെന്റിലേറ്ററിന്റെ സഹായത്തോടുകൂടി തന്നെയാണ് അദ്ദേഹം ആശുപത്രിയിൽ തുടരുന്നത്. രാജേഷ്. കോഴിക്കോട് മുഖ്യമന്ത്രിയുടെ വാഹനത്തെ പിന്തുടർന്നവരെ പോലീസ് പിടികൂടി. മലപ്പുറം സ്വദേശികളായ നസീബ് CP, ജോദിൽ ബാസ്, മുഹമ്മദ് ഹാരിസ്, ഫൈസൽ, അബ്ദുൽ വാഹിദ് എന്നിവരെയാണ് നടക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചത്. ഇന്നലെ രാത്രി പെങ്ങാലിപ്പാലം മുതൽ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിൽ ഉൾപ്പെട്ട ആംബുലൻസിനെ നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത കാറിൽ പിന്തുടർന്നതിനാണ് വെസ്റ്റിഗിൽ ചുങ്കത്ത് വെച്ച് ഇവരെ പോലീസ് പിടികൂടിയത്. വാഹനത്തിൽ നിന്നും വോക്കി ടോക്കിയും കണ്ടെത്തിയിരുന്നു. റോഡിലെ കുഴിയിൽ നിന്നും സ്കൂട്ടർ വെട്ടിച്ചു മാറ്റുന്നതിനിടയിൽ യുവാവ് ബസ് തട്ടി മരിച്ച സംഭവത്തിൽ തൃശൂർ കോർപ്പറേഷൻ പ്രതിപക്ഷ അംഗങ്ങളുടെ പ്രതിഷേധം. കോൺഗ്രസ് കൗൺസിലർമാർ പ്രതീകാത്മകമായി തലയിൽ ചുവന്ന മഷി ഒഴിച്ചാണ് പ്രതിഷേധിച്ചത്. കോർപ്പറേഷൻ കൗൺസിൽ യോഗം ആരംഭിക്കുന്നതിന് മുന്നോടിയായിരുന്നു പ്രതിഷേധം. യുവാവ് മരിക്കാനിടയായ സംഭവത്തിലും കോർപ്പറേഷൻ റോഡുകളുടെ ശോച്യാവസ്ഥയിലും പ്രതിഷേധിച്ചായിരുന്നു സമരം. കർണാടക സർക്കാരിൽ അഴിച്ചുപണിക്ക് സാധ്യത. 3 മാസത്തിനുള്ളിൽ DK ശിവകുമാർ മുഖ്യമന്ത്രിയാകുമെന്ന് റിപ്പോർട്ടുകൾ. ചർച്ചയ്ക്കായി കോൺഗ്രസ് ജനറൽ സെക്രട്ടറി രൺദീപ് സിംഗ് സുർജേവാല ഇന്ന് ബാംഗ്ലൂരിലെത്തും. ഹൈക്കമാൻഡ് എടുത്ത തീരുമാനപ്രകാരം ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ ഉടൻ മുഖ്യമന്ത്രിയാകുമെന്ന് രാമനഗര MLA ഇക്ബാൽ ഹുസൈൻ വ്യക്തമാക്കിയതോടെയാണ് ചർച്ചകൾ സജീവമായത്. 2.5 വർഷം പൂർത്തിയാകുമ്പോൾ നേതൃമാറ്റമുണ്ടാകുമെന്ന് ആദ്യം തന്നെ തീരുമാനിച്ചിരുന്നുവെന്ന് ഇക്ബാൽ ഹുസൈൻ പറയുന്നു. DK ശിവകുമാറിന്റെ അടുത്തയാളാണ് ഇക്ബാൽ ഹുസൈൻ. സർക്കാർ 2 വർഷം പൂർത്തിയാക്കുന്ന സാഹചര്യത്തിൽ മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് വേണ്ടിയുള്ള സമ്മർദ്ദം ഭരണകക്ഷിക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുന്നതിനിടെയാണ് പുതിയ വാർത്തകളും പുറത്തുവരുന്നത്. സംസ്ഥാനത്തെത്തുന്ന കോൺഗ്രസ് ജനറൽ സെക്രട്ടറി രൺദീപ് സിംഗ് സുർജേവാല പാർട്ടി നിയമസഭാംഗങ്ങളുമായി പ്രത്യേക കൂടിക്കാഴ്ച നടത്തുമെന്നാണ് വിവരം. മന്ത്രിസഭാ പുനഃസംഘടനയ്ക്കൊപ്പം പാർട്ടി അധ്യക്ഷനും മാറിയേക്കും. അതേസമയം സർക്കാർ പദ്ധതികളിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് ഭരണകക്ഷി MLA-മാർ തന്നെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. പ്രശ്നങ്ങൾ പരിഹരിക്കാനും MLA-മാരെ വിശ്വാസത്തിലെടുക്കാനും സർക്കാരിനെതിരെ പരസ്യ പ്രസ്താവനകൾ നടത്തുന്നില്ല എന്ന് ഉറപ്പാക്കാനും പാർട്ടി നേതൃത്വം സിദ്ധരാമയ്യയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ മുഖ്യമന്ത്രിക്കെതിരെ ആരോപണങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ BJP ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് അമൃത TV. 3 ദിവസത്തെ സന്ദർശനത്തിനായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ US-ലേക്ക്. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ ക്ഷണപ്രകാരമാണ് വിദേശകാര്യമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനം. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലും S. ജയശങ്കർ പങ്കെടുക്കും. ജൂലൈ 2 വരെ S. ജയശങ്കർ US-ൽ ഉണ്ടായിരിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ജൂലൈ 1-നാണ് ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം. കഴിഞ്ഞ യോഗത്തിലെ ചർച്ചകളെ അടിസ്ഥാനമാക്കി വിദേശകാര്യമന്ത്രിമാർ ചർച്ചകളുമായി മുന്നോട്ടു പോകും. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ക്വാഡ് ലീഡേഴ്സ് ഉച്ചകോടിക്ക് മുന്നോടിയായി വിവിധ ക്വാഡ് സംരംഭങ്ങളിൽ കൈവരിച്ച പുരോഗതി അവലോകനം ചെയ്യുന്നതിനോടൊപ്പം ലോകരാജ്യങ്ങൾ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും സംഭവവികാസങ്ങളെക്കുറിച്ചും ചർച്ചകൾ നടക്കും. ഇന്തോ പസഫിക് മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും യോഗത്തിൽ ചർച്ചയാകും. ഇന്ത്യ, US, ഓസ്ട്രേലിയ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ക്വാഡ് യോഗത്തിൽ ഇന്തോ പസഫിക് മേഖലയിലെ സമാധാനം, സുരക്ഷ എന്നിവയിൽ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കും. ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്രസഭാ ആസ്ഥാനത്ത് ഭീകരതയ്ക്കെതിരെ നടത്തുന്ന എക്സിബിഷൻ S. ജയശങ്കർ ഉദ്ഘാടനം ചെയ്യും. ഭീകരതയെ ചെറുക്കാൻ അന്താരാഷ്ട്ര സമൂഹം സ്വീകരിച്ച നടപടികളും എക്സിബിഷൻ ഉയർത്തിക്കാട്ടുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് അമൃത TV. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടവ് നയം സ്വീകരിക്കാൻ ഒരുങ്ങി PV അൻവർ. സ്വന്തം നിലയ്ക്ക് മുന്നോട്ട് പോകുമെന്നും അൻവർ മലപ്പുറത്ത് പറഞ്ഞു. ആരുടെ വാതിലിൽ മുട്ടാനോ തുറക്കാനോ തൽക്കാലത്തേക്കില്ല. പിണറായിസവും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായും ഒരു ബന്ധവുമില്ല എന്നും LDF-ഉമായും UDF-ഉമായും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സഹകരിക്കുമെന്നും അൻവർ പറഞ്ഞു. സമദൂരം അടവ് ഈ 22,000 ചില്ലാനം വാർഡുകളിലും പരമാവധി ആളുകളെ മത്സരിപ്പിച്ച് നമ്മളെന്താ പറയുക, ഒരു ബഹുജന അടിത്തറ കേരളത്തിലുണ്ടാക്കും. ആ സമയത്ത് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ദേശീയ നേതാക്കളെ കൊണ്ടുവന്ന് വലിയൊരു മഹാസമ്മേളനം ഞങ്ങൾ നടത്താൻ ആലോചിക്കുന്നുണ്ട്. ആ രീതിയിൽ ഞങ്ങളൊരു പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഈ 5 മാസത്തിനുള്ളിൽ കേരളത്തിൽ നടത്തും. നമുക്ക് പരിപൂർണ ഫ്രീഡം ഇവിടുത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ വെച്ച് എടുക്കാനുള്ള നിർദ്ദേശം തന്നിട്ടുണ്ട്. +1 സീറ്റ് പ്രതിസന്ധിയിലെ പ്രതിഷേധവുമായി KSU. ഫുൾ A+ കിട്ടിയിട്ടും സീറ്റ് കിട്ടാത്ത കുട്ടിയോടൊപ്പമാണ് KSU കോഴിക്കോട് റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിലെത്തി പ്രതിഷേധിച്ചത്. RDDയെ കാണാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. ശേഷം ഓഫീസിലേക്ക് കയറിയ പ്രവർത്തകർ RDDയെ കാണാൻ കഴിയാതെ മടങ്ങുകയായിരുന്നു. പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുന്നതുവരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് KSU അറിയിച്ചു.
ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി രൂക്ഷമായി തുടരുന്നു. ഉത്തരാഖണ്ഡിലും ഹിമാചൽ പ്രദേശിലും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 17 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിൽ മേഘവിസ്ഫോടനത്തെ തുടർന്നുള്ള മണ്ണിടിച്ചിലിൽ 2 തൊഴിലാളികൾ മരിച്ചു. കാണാതായ 7 പേർക്കായി തിരച്ചിൽ ഊർജിതമാണ്. ജൂലൈ 8 എത്തുമെന്ന് പ്രതീക്ഷിച്ച കാലവർഷമാണ് 2 ദിവസമായി ഡൽഹി, ഹരിയാന, രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ പെയ്യുന്നത്. കനത്ത മഴയെ തുടർന്ന് ചാർധാം തീർത്ഥാടന യാത്ര നിർത്തിവച്ചു. വിംബിൾഡൺ ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. പുരുഷ വിഭാഗത്തിൽ ഹാട്രിക് കിരീടം ലക്ഷ്യമിട്ട് കാർലോസ് അൽക്കരാസും വനിതാ വിഭാഗത്തിൽ ലോക 1-ാം നമ്പർ താരം അരിയാന സബലങ്കയും ഇന്നിറങ്ങും. സമ്മാന തുകയിൽ ഗണ്യമായ വർധനവ് വരുത്തിയാണ് ഇത്തവണത്തെ മത്സരങ്ങൾ നടക്കുന്നത്. ജൂലൈ 13-നാണ് ഫൈനൽ മത്സരങ്ങൾ. പുൽവിരിച്ച കോർട്ട് ടെന്നീസിന്റെ പറുദീസയാണ്. ലണ്ടനിലെ ഓൾ ഇംഗ്ലണ്ട് ലോൺ ടെന്നീസ് ആൻഡ് ക്രോക്കറ്റ് ക്ലബ്ബിലാണ് മത്സരം. പുരുഷ സിംഗിൾസ്, വനിതാ സിംഗിൾസ്, പുരുഷ ഡബിൾസ്, വനിതാ ഡബിൾസ്, മിക്സഡ് ഡബിൾസ് എന്നിവയാണ് മത്സരങ്ങൾ. ജൂനിയർ, വീൽചെയർ, ഇൻവിറ്റേഷൻ ടൂർണമെന്റുകളും ഉണ്ടായിരിക്കും. നിലവിലെ പുരുഷ വനിതാ വിഭാഗത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന കളിക്കാർ ഏറെയുണ്ട്. പുരുഷ വിഭാഗത്തിൽ സ്പെയിനിന്റെ കാർലോസ് അൽക്കാരസും വനിതാ വിഭാഗത്തിൽ മത്സരിക്കുന്ന ചെക്ക് റിപ്പബ്ലിക്കിന്റെ ബാർബോറ കെജ്രിക്കോവയുമാണ് ചാമ്പ്യൻ താരങ്ങൾ. നിലവിൽ ലോക 3-ാം നമ്പർ താരമായ ബെലാറഷ്യൻ താരം അരീന സബലങ്കയും അമേരിക്കൻ താരം കൊക്കോ ഗൌഫ്, പോളിഷ് താരം ഇഗ സ്വിയാറ്റെക്, ടുണീഷ്യൻ താരം ഓൺസ് ജാബിയർ, ചൈനീസ് താരം ഷെങ് ക്വിൻവെൻ എന്നിവരും വാശിയേറിയ പ്രകടനങ്ങൾ കാഴ്ചവെക്കുമെന്ന് ഉറപ്പാണ്. പുരുഷ വിഭാഗത്തിൽ സെർബിയൻ താരം നൊവാക് ജോക്കോവിച്ച്, ഇറ്റാലിയൻ താരം ജാനിക് സിന്നർ, റഷ്യൻ താരം ഡാനിയൽ മെദ്വദേവ് എന്നിവരും ഈ ടൂർണമെന്റിൽ ശക്തി തെളിയിക്കും. അതേസമയം ഇത്തവണ വിംബിൾഡൺ മത്സരങ്ങൾ പുതുമയോടെയാണ് നടത്തുന്നത്. പാരമ്പര്യം ലംഘിച്ച് ഇത്തവണ ലൈൻ ജഡ്ജിമാർക്ക് പകരം ഇലക്ട്രോണിക് ലൈൻ കോളിംഗ് ഉപയോഗിച്ച് മത്സരങ്ങൾ നിയന്ത്രിക്കും. അതിനൊപ്പം സമ്മാനത്തുകയിൽ ഗണ്യമായ വർധനവാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മൊത്തം സമ്മാനത്തുക 53.5 ദശലക്ഷം പൗണ്ടായി ഉയർത്തിയിട്ടുണ്ട്. ഏകദേശം $72.59 ദശലക്ഷം. ഈ വർഷം സിംഗിൾസ് ചാമ്പ്യന്മാർക്ക് ഓരോരുത്തർക്കും 3 ദശലക്ഷം പൗണ്ട് വീതം ലഭിക്കും. സിംഗിൾസ് മത്സരങ്ങളുടെ ആദ്യ റൗണ്ടിൽ പുറത്താകുന്ന കളിക്കാർക്കും സമ്മാനത്തുകയുടെ വർധനവ് പ്രയോജനകരമാകും. വിംബിൾഡണിന്റെ സ്ഥാനം നിലനിർത്തുന്നതിനും കളിക്കാരെ പിന്തുണയ്ക്കുന്നതിനും വേണ്ടിയാണ് സമ്മാനത്തുക വർദ്ധിപ്പിച്ചതെന്ന് ഓൾ ഇംഗ്ലണ്ട് ലോൺസ് ടെന്നീസ് ക്ലബ് വ്യക്തമാക്കി. സ്പോർട്സ് ഡെസ്ക്, അമൃത TV. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.